ശരിക്കും എൻ്റെ ഒരു തോന്നലാണ്, ജിൻഡോ ശരിക്കും പവർ ഉപയോഗിച്ചാണ്ടല്ലോ ഗബ്രി എഡിറ്റ് നടക്കില്ല. സത്യല്ലേ? എന്തെങ്കിലും അല്ല എപ്പോഴും ഇവളാണ് സ്കോർ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അപ്പൊ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് ഒരു ഗബ്രിക്ക് വേണ്ടിയിട്ട് പറയണേ ഞാൻ സ്ട്രോങ് ആയിട്ടാ പിടിച്ചത് എന്തോ പറഞ്ഞു ഒരു അബദ്ധത്തില്. ഗബ്രി ഇങ്ങനെ വീരവാദം പിടിച്ചു നോക്കട്ടെ, ഞാൻ വലിച്ചു കീറുന്നൊക്കെ മാന്തി പറിക്കുന്നത് എന്തൊക്കെയോ ഒരു കുഞ്ഞുമാവായിട്ട് മുടി കെട്ടി നടക്കണേ. ഏതറിയോ സംഭവം? ബോഡി ഷേമിംഗ് അല്ല ഇത്. നല്ല കാര്യം. രണ്ടാളെ ഓർമ്മ വന്നത്. ഒന്ന് മറ്റേ കത്തി കൊണ്ടിങ്ങനെ വരില്ല ചോദ്യം ടൗൺ ടൗൺ അമ്പട്ടൻ ഒന്നത്. അത് ഏത് സീൻ അറിയോ? ലാസ്റ്റ് ഇങ്ങനെ വന്നിക്കില്ലേ ആ കുട്ടിക്കാരനെ പറഞ്ഞ. രണ്ടാമത് ഓർമ്മ വന്ന ഏതറിയോ? ഒന്നും കൂടി ചിംചോ ചംചും ചുവറില്ലേ? ഏതാ ഓശാനല്ലേ ഈ നിവിൻ പോളി മുടി ഇങ്ങനെ കുടുംബം കെട്ടിട്ട് ചൈനയിൽ പെട്ടി. അതേപോലെ ഗബ്രി വന്നിട്ട് ചംചോ ചിം ചോറിന് ആ ചൈന പോയി മുടി ഫിസിക്കൽ അസോൾട്ട് അല്ല മറ്റേ ലാലേട്ടൻ മറ്റേ ഇതിൽ പറഞ്ഞാൽ ഇത് അക്കരെ അക്കരെ സിനിമയിൽ അമേരിക്ക കൊണ്ടുപോകാൻ പോണ ശ്രീനിവാസനെ വിളിച്ചിട്ട് ഇവിടെ നല്ല കവള് ടാറ്റു പറഞ്ഞ് സത്യം പറഞ്ഞാൽ തോന്നും കേട്ടോ. ശ്രമിച്ചിട്ട് അടി. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡേ 46 എപ്പിസോഡ് 47. 2-3 പ്രാവശ്യം ഈ ഡേ നമ്പറും പറഞ്ഞ് തെറ്റിക്കണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കുറെ ഇൻട്രോ ഞാൻ പറഞ്ഞു നോക്കി, കുറെ സമ്മതിക്ക്. ഞാൻ ആ റീടേക്കിന്റെ വീഡിയോ എനിക്ക് പറഞ്ഞ റീടേക്കിന്റെ വീഡിയോ കൊടുത്തിട്ട് കേട്ടോ. ഇവിടെ ഭയങ്കര എന്താ പറയുക നിഷ്കളങ്കത, കുലീനത, വിനയം നുള്ളുണ്ടെന്ന്. ഞാൻ നീ കാണിക്കുമ്പോൾ പറയരുത് കേട്ടോ. ഓക്കെ, നമസ്കാരം. ബിഗ് ബോസ് പറഞ്ഞില്ലേ അല്ലേ? നമസ്കാരം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഡേ 46 എപ്പിസോഡ് 47 ഗബ്രി ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഇവരെ പറ്റി പറഞ്ഞു ഞങ്ങൾക്കും മടുത്തു, കേട്ട് നിങ്ങൾക്കും മടുത്തു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇതെന്താ അവരെ പറ്റി മാത്രമേ പറയുള്ളൂ, നിർത്തിക്കൂടെ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ലൈവ് കണ്ട ആൾക്കാരുണ്ടാവുമല്ലോ ഇതില്, അവരോട് ചോദിച്ചാൽ മതി. അവർക്കറിയാം രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച തൊട്ടിട്ട് കേട്ടോ, മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ജാസ്മിൻ ആ കട്ടിന്റെ മുകളിൽ പോയി തലവേദനയെന്നും വെറുതെ പറഞ്ഞൊരു തലവേദന പറഞ്ഞ് കിടന്നതാ. ഗബ്രി അവിടെ പോയിരുന്നതിന് ശേഷം സ്ക്രീനിൽ ഫുൾ ടൈം വൈകുന്നേരം ഒരു 5 മണി വരെ ഇവരായിരുന്നു. പിന്നെ എന്താ ചെയ്യാ, അവരുടെ തന്നെ കാണിക്കാൻ വെറുത്തു പോയി എന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പുറത്ത് കാര്യമായ ഡിസ്കഷനും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. സിജോ, അർജുൻ, അതുപോലെ സായി ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവര് ഗെയിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിജോ അതേപോലെ ഇവരുടെ ജാസ്മിന്റെയും ഗബ്രീനെയും കുറിച്ച് ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അർജുൻ പറയും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സിജോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സായി പറയുന്നുണ്ടായിരുന്നു ഞാനത് മൈൻഡ് കൊടുക്കാറില്ല, കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണമാണ് എന്നുള്ള രീതിയിലൊക്കെ അവരങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സെക്കൻഡ് ഒക്കെ കാണിച്ചിട്ട് പോവാ, വേറെ കാണിക്കണേയില്ല. ബിഗ് ബോസേ മടുത്തു. ഇവരെ ഉണ്ടാളി സംസാരം കേട്ട് മടുത്തു. ഓ എന്റെ ദൈവമേ, നിർത്തുണ്ടോ? ഇല്ല, മടുത്തു. മടുക്കല് കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് ക്യാമറ താത്തട്ടെ സെക്കൻഡ്. മടുക്കല് കുറെ കേട്ടിട്ടുണ്ട് പോയപ്പോഴൊക്കെ. പക്ഷെ നിർത്തില്ല കേട്ടോ. അല്ല, നമ്മൾ പറയാനുള്ള അഭിപ്രായം പറയാം. എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ് ഇതോ. ഞാൻ ആലോചിച്ച് നോക്കുക, സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ചെറിയൊരു ഇത് ഞാൻ ഇട്ട് വെക്കാം. ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ജാസ്മിനും അസ്ലിയൊക്കെ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഞാൻ ഏകദേശം എന്താ പറയുക ചെയ്തിട്ട് അത്യാവശ്യം നല്ല റീച്ച് ആയതാണ്. ഒരുപാട് ചെയ്തതാണ്. ആ ഇഷ്യൂ കംപ്ലീറ്റ് അറിയുകയും ചെയ്യാം. അതിനെ കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. അപ്പോൾ കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അബദ്ധങ്ങൾ പറ്റി. അപ്പോൾ അത് പറ്റി തന്നെ. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയോ, ആ സമയത്ത് ജാസ്മിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജാസ്മിൻ ചെറുതായിട്ട്, പക്ഷെ കാര്യമായിട്ട് ജാസ്മിന് സപ്പോർട്ടായി. നമുക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് ജാസ്മിനെ എതിർത്താൽ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത തെറിവിളികളായിരുന്നു. പക്ഷെ ഇന്ന് എന്താ സ്ഥിതി അറിയോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ച് അന്തം കുന്തമുള്ള ആൾക്കാരാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. കാരണം സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് റെസ്പെക്റ്റ് ഉണ്ട് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലേ. കാരണം റീസൺ എന്താ അറിയോ, നെല്ലും പതിനും തിരിച്ചറിയാറില്ലേ, അവർക്ക് സംഗതി കാര്യമായിട്ട് മനസ്സിലായി. കാരണം അത്ര അധികമാണ്, വളരെ ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാർ മാത്രം ഒരു അഞ്ച് ആളൊക്കെ കമൻ്റ് ഇടും. അതിലൊരു കമൻറ്റ് വേറൊരു സംഭവമുണ്ട്. നിങ്ങളുടെ സ്ഥിരം കമൻറ്റ് കേട്ടോ, ഒരൊറ്റ ആൾക്കാർ ഞാൻ എടുത്തു വയ്ക്കാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ഇതേ കമൻറ്റ് വേറെയുള്ള ആൾക്കാരിലും പോയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിവ്യൂ എനിക്കിഷ്ടമായിരുന്നു,
കാര്യം എനിക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ജാസ്മിന് ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതെ ജാസ്മിന് വലിയൊരിതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ജാസ്മിനെ കോർണർ ചെയ്യുന്നത് കണ്ടപ്പോൾ, ആ കുട്ടി 23 വയസ്സുള്ള ആ കുട്ടി അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് ഒരു സഹതാപവും ഇഷ്ടവും തോന്നിപ്പോയി. ഇതൊന്നും തോന്നാത്ത നിങ്ങളെ ഞാൻ വെറുക്കുന്നു, ഞാൻ ചാനൽ ഇനി കാണുന്നില്ല, ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു പോയിക്കാം, എവിടേക്കാച്ച പോവാ. അയ്യോ ഇത് ഇന്നുണ്ടല്ലോ തലവേദന എടുക്കുക പറഞ്ഞിട്ട് ഒറ്റ കിടത്തം. അവള് കിച്ചൺ ടീമിലാണ്, അവിടെ കടന്ന് പണിയെടുത്തോണ്ടേ ഇരിക്കുക. അതെനിക്ക് പറയണം, അത് ഈ പറയണം, മനസ്സിലായി എന്തായാലും പറയണം. പറഞ്ഞതിന് ഒരു ജസ്റ്റ് ചെറിയ കാര്യങ്ങളുണ്ട്, സോറി ടു ഇന്ററപ്റ്റ് കേട്ടോ. എന്താ സംഗതി അറിയോ, ജാസ്മിൻ ഗബ്രി ജാസ്മിൻ മാത്രം പറഞ്ഞു പോവല്ല, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണെന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു. അതാണ് ഞാൻ ആദ്യം ഫസ്റ്റേ പറഞ്ഞിരുന്നു. അല്ല നമ്മള് ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറയണെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് കിച്ചൺ ടീമിലാണ് കേട്ടോ. കിച്ചൺ ടീമിൽ ഇവള് തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക. ഹൻസിബ രാവിലെ തൊട്ടിട്ട് കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ട്, കാലിലെന്തോ വേദന ഉണ്ടായിരുന്നു ആദ്യം തന്നെ. ഇതൊരു ഫുൾ കിച്ചണിൽ ഇത് നീറ്റായിട്ട് നല്ല ജോലി ചെയ്യണം. ഞാൻ പറയട്ടെ, ഭയങ്കര ആരൊക്കെയോ പ്യുവർ സോൾ എന്ന് ഹൻസിബേനെ കമന്റ് ഇട്ടിട്ട് ഞാൻ അവിടെ ഇവിടെയും കണ്ടു. പക്ഷെ അത് സത്യമെന്നും തോന്നും, കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ അത് ക്യാരക്ടറാണ്. നമ്മൾ ആദ്യം വിചാരിച്ചില്ലേ ഇവളെന്താ ഒന്നും സംസാരിക്കാതെ, അത് ആ കുട്ടിയുടെ ക്യാരക്ടറാണ്, ഒന്നിലും കൂടുതൽ സംസാരിക്കൂല. പക്ഷെ നല്ല നീറ്റായിട്ട് ജോലിയൊക്കെ ചെയ്യണു. ജിൻഡോ എന്തൊക്കെയോ സഹായിക്കുന്നുണ്ട്. ജാസ്മിനെ വിളിച്ചാൽ മാത്രം ചെല്ലും. ഇന്ന് തലവേദന എന്ന് പറഞ്ഞ് കടന്നിട്ട് ഒരു കാര്യത്തിന് ചെന്നിട്ടില്ല. ഇന്ന് ഗബ്രിയുടെ കൂടെ അവിടെ ചിരിക്കാനും കളിക്കാനും, ഗബ്രിയോടുള്ള സൗന്ദര്യ പിണക്കം കാരണമാണ് അവൾ ഇവിടെ കരഞ്ഞു കിടക്കണം, അല്ലാണ്ട് തലവേദന ഒന്നുമില്ല. എന്നിട്ട് ടാസ്ക് ആയപ്പോൾ എണീറ്റ് ഓടും ചെയ്തു. കിച്ചണിൽ ജോലിക്ക് ഇല്ലേ ഇല്ല. അത് ലാലേട്ടൻ ഇപ്രാവശ്യം ചോദിക്കണം. എന്നിട്ട് അൻസിബേനെ എന്തെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യുക, എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ കൊടുക്കണം. ജോർജ് കുട്ടിയുടെ മകള് അതുകൊണ്ടല്ല, അല്ല അൻസിബയ്ക്ക് ഒരു ഇത് കൊടുക്കണം. കാരണം അൻസിബയ്ക്ക് ഒരു പരാതി കൊടുക്കും തോന്നില്ല. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കണ്ടു കൊടുത്താലോ, എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് അതൊരു കാര്യം കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ്, നമ്മളെ റസ്മിൻ ആകെ കയ്യിന്ന് പോയിട്ടുണ്ട്. അത് പറയൂ കൂട്ടാണ്ട് അറിയില്ല. എനിക്കറിയാം റസ്മിൻ കയ്യിന്ന് പോയത്. ഇങ്ങനെ പറയാം, ഏതായാലും ഒന്ന് എന്റെ എനിക്കറിയാത്ത കുഴപ്പമൊന്നുമില്ല, സംഗതി ഒന്നുമില്ല. ഗബ്രിക്ക് മനസ്സിലായി ഇല്ലേ റസ്മിനാണ്, ഗബ്രിക്ക് റസ്മിൻ കളിച്ച കളി മനസ്സിലായി. അതാണോ ഗബ്രിക്ക് കളിച്ച കളി മനസ്സിലായതല്ല. ഗബ്രി പറയണത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനോട് നിന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് വെച്ച് പറഞ്ഞ് ഇതാക്കിയത് റസ്മിനാണെന്ന്. അതുകൊണ്ട് ഗബ്രിക്ക് റസ്മിനോട് ഭയങ്കര ദേഷ്യം. റസ്മിനാണെങ്കിൽ ശരിക്കും പെട്ട പോലെ. ഒന്നാമത് റസ്മിൻ്റെ പേടിയുണ്ട് ഔട്ടാകുമെന്ന്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് റസ്മിന് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ അത്ര വലിയ ശരിയല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ സംസാരിച്ച് റസ്മിന് ശരിക്കും മതിയായിട്ടുണ്ട്. ഇപ്പൊ റസ്മിനെ സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പോലെയോ എന്തെന്നറിയില്ല, അതിനെന്താ പറയാ, ഒരു ഇത് തോന്നുന്നു, ഒരു സന്തോഷവും സമാധാനവും കിട്ടണില്ല. ഇതിന്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഇതുണ്ട് തോന്നാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അതാണ് അതില്ല അവൾക്ക് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, റസ്മിന്റെ വിഷമം പറയാൻ റസ്മിന് ആരോടും പറ്റുന്നില്ല. അപ്പൊ ബിഗ് ബോസിനോട് സംസാരിച്ചു, എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് ബിഗ് ബോസ് ശരിക്കും സംസാരിച്ചു കേട്ടോ. അപ്പൊ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ ആരുമില്ല എന്നിട്ട് സങ്കടപ്പെട്ടിട്ട് കരച്ചില്ല. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഇരുന്ന് കുറച്ചുനേരം കരഞ്ഞോളൂ, സാരില്ല എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് ആശ്വസിപ്പിച്ച് വിട്ടു. റസ്മിന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, ഇത്ര ദിവസം ഭയങ്കരമായിട്ട് ജാസു എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ. പുറത്തു പോയപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ കളി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് പ്രണയം, മറ്റാൾക്ക് പ്രണയം ഉണ്ട് പക്ഷെ റിലേഷൻഷിപ്പിനോ മറ്റേനോ താല്പര്യമില്ല. ഇത് മറ്റാൾ ഇയാൾ കൂടി മിണ്ടാണ്ടിരിക്കുക. ജാസ്മിനോട് റസ്മിൻ തീർത്തും പറഞ്ഞതന്നല്ലേ, ഇനി നീ ആ രീതിക്ക് ഗബ്രിയോട് ഇതായാൽ ഞാൻ ഈ കൈ പിടിക്കാൻ ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞു. കൈ പിടിക്കില്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ്മിന് പിന്നെ ഈ ജാസ്മിൻ ഇതായി നടക്കുമ്പോൾ വിഷമായിട്ടുണ്ടാവും. അതന്നെ എന്തേ ഞാൻ ആ ഒരു എക്സാമിൽ ഈ പാസ്സായി. ഞാൻ എനിക്ക് ഇതൊക്കെ കംപ്ലീറ്റ് അറിയാം. ഞാൻ കണ്ടിരിക്കുന്നു അവിടെ ഇവിടെ എൻ്റെ ഒരു പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ റസ്മിൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിരിക്കുന്നു, എല്ലാം അറിയാം. പക്ഷെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്പേസ് തന്നതാണ്. എനിക്ക് സ്പേസ് തരുന്നില്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്. ആരും പറഞ്ഞിട്ടല്ല കേട്ടോ. പോട്ടെ. അപ്പോൾ അതൊന്ന് ശരി. പിന്നെ രണ്ടാമത്തെ കേസിന് ടാസ്ക് കഴിഞ്ഞ അടുത്തുള്ള വേറെന്തോ 1-2 കാര്യം കൂടി ഇവരെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ ഗബ്രിയും ജാസ്മിനും അവിടെ ഇരുന്ന് അത്രയും നേരം സംസാരിച്ചുണ്ടാക്കിയത് എന്താന്ന് സത്യം പറയട്ടെ എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ക്ലാരിറ്റി. ഫിറോസ് ചുറ്റിപ്പാറേൻ്റെ ഇതില്ലേ, എന്താ പറയുക, ഫിറോസ് ചുറ്റിപ്പാറേൻ്റെ
വീഡിയോസ് ഇല്ലേ വില്ലേജ് ഫുഡിന്റെ, അതിൽ ഈ രതീഷ് എന്ന് പറഞ്ഞ ഒപ്പമുള്ള ചങ്ങായിയെ പകരം വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അറിയില്ലേ. അപ്പൊ അതേമാതിരി ഇങ്ങനെ പറയുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി. കാരണം ക്ലാരിറ്റി പക്ഷെ ക്ലാരിറ്റി ഇല്ല ഗബ്രിക്ക്, ക്ലാരിറ്റി. പക്ഷെ ഗബ്രി ഇന്ന് ശരിക്കും പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയാണ്. അപ്പൊ ഇവള് പറഞ്ഞു ഈ ഗബ്രി എനിക്ക് ഇപ്പൊ നിന്നോടില്ല, ഉണ്ടായിരുന്നു. അവള് പക്ഷെ ഇന്ന് തുറന്നു പറഞ്ഞു. ഗബ്രി പറഞ്ഞു നീ എന്താണ് ഈ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാവില്ല പറ ഇന്നലെ തൊട്ട്. അപ്പൊ ഇവള് ചോദിച്ചു നീ പൊട്ടം കളിക്കേണ്ട ഗബ്രി, ഞാൻ ഇന്നലെ പറഞ്ഞു ഗബ്രി പറയിപ്പിച്ചപ്പോ ഇവള് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അതന്നെ. അപ്പൊ ഗബ്രി ഇഷ്ടമാണ്, പ്രണയാണ്. പക്ഷെ എന്താ പറയാ, അപ്പൊ ഇവള് പറഞ്ഞു അങ്ങനത്തെ പ്രണയം എനിക്ക് വേണ്ടെന്നെന്തോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒരാൾക്ക് എനിക്കിപ്പോ അങ്ങോട്ട് ഒറ്റയ്ക്ക് പ്രണയിക്കാൻ ആരുടെ സമ്മതമൊന്നും വേണ്ടല്ലോ. പക്ഷെ റസ്മിന്റെ മുമ്പ് ഞാൻ പറയില്ല. എനിക്കറിയില്ല അവരെന്തോ സത്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ആ സൈക്കോളജിസ്റ്റിനെ ഞാൻ പോയി കാണേണ്ടി വരും. കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അയാളെ. കാരണം എന്താ വെച്ചാല് ഇവരെന്താ പറയണെന്നുള്ളത് തന്നെ ഒരു ക്ലാരിറ്റി. സൈക്കോളജിസ്റ്റ് ഗബ്രിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നിന്റെ ക്ലാരിറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി, അയാളും തേച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. സത്യത്തിൽ ഇവർക്ക് പുറത്തു പോയാൽ ഇവളുടെ കാര്യം കട്ടപ്പോകെ അവർക്ക് ആരും ഇല്ല മനസ്സിലായി. സംഭവം പോയിട്ടുണ്ട്. അപ്പൊ ഈ ചെക്കനെ പിടിക്കാനുള്ള അതെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും കമ്മിറ്റഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഇനി വോട്ട് പോവോന്ന് വിചാരിച്ചിട്ട് ഇവള് ജെനുവിൻ ആവാനുള്ള ഒരു അഭിനയം, അതായത് ഡ്രാമ. ഞാൻ ജെനുവിനാണ്, ഗബ്രിയാണ് അഭിനയിക്കുന്നത് ആക്കാൻ വേണ്ടിട്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതൽ അല്ല ഇവള് ജെനുവിനാണെന്ന് കാണിച്ചിട്ട് ഗബ്രി ആണ് ഫ്രോഡ് എന്നുള്ള പോലെ ആക്കി തീർക്കാനാവും. ഗബ്രി കണക്കാട്ടോ. അയ്യോ ഗബ്രിയുടെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നൊക്കെ ആ ഗെയിമിനെ പറ്റി ഗെയിമിലേക്ക് പോയിക്കോളൂ. അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, കാണാത്ത. അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാ മതിയായിരുന്നു. അല്ലല്ല ഞാൻ കൂടെ ഇരിക്കുമ്പോഴാണ് ചാനലിന്റെ ഐശ്വര്യം. ഇത് നീ തുടങ്ങിക്കോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോ, ഞാൻ പറയാം. അല്ല ഗെയിം ഉണ്ടായിരുന്നില്ലേ, ചലഞ്ച് പവർ ടീമും ഇവരും തമ്മിൽ. ആൾക്കാരായിരിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. സംഗതി ഒന്നുമില്ല. ഇന്നത്തെ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ സംഭവം നടന്നതിൽ ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് ഗബ്രിയാണ്. വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ മുഖത്ത് മാന്തി. അപ്പൊ ഒരു ഫോൺ വന്നു പോട്ടെ. അപ്പൊ എന്താ കണ്ടിന്യൂഷൻ എന്താ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സംഭവം ഫിസിക്കൽ ഗെയിമിന്റെ ഇടയിൽ ഇനി പരിപാടി സ്റ്റാർട്ട് ചെയ്തത് രണ്ട് കാര്യം പറയേണ്ടത്. ഒന്ന് ലൈവിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തൊരു സംഗതി കേട്ടോ, ആ ശരണ്യായിട്ടുള്ള പ്രശ്നം. അതിന് മുന്നേ ഗബ്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഗബ്രിയാണ് ഫസ്റ്റ് ജിൻഡോനെ മുഖത്ത് മാന്തുന്നത് ഗബ്രിയാണ്. അതിന് ശേഷമാണ് വളരെ ലൈവ് കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്ന് എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. അത് നല്ലത് ഗബ്രിനെ തന്നെ സൈഡ് ചെയ്ത് പറയുകയാണ്. അപ്പോഴേ ജിൻഡോന് ഫാൻസ് കൂടുള്ളൂ. എങ്ങനെ ലൈവ് കണ്ടാൽ അറിയാം കേട്ടോ, എപ്പിസോഡിലല്ല. അപ്പോൾ ജിൻഡോനെ ഫസ്റ്റ് അങ്ങോട്ട് ചെയ്യുന്നതാണ്, പിന്നെയാണ് ജിൻഡോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോനെ ഒരാൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു. അത് മാത്രമല്ല മറ്റവൻ അഭിഷേക് മുടി പിടിച്ച് വലിച്ചു. അത് അഭിഷേകിന്റെ മുടി പിടിച്ച് വലിക്കേ അല്ല പഴയ ടാസ്കിൽ. അപ്പോൾ ഇതെന്തുകൊണ്ട് പറയാൻ കാരണം ജിൻഡോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും അത്ര തെറ്റല്ല. ജിൻഡോയ്ക്ക് ചെറിയൊരു അങ്ങനെ ഒരു ഇന്ന് എനിക്ക് സങ്കടം തോന്നി. ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ആരുമില്ല. പലരും അവിടെ രണ്ട് തുണിയിൽ കാലിടുന്നുണ്ട്. അത് ഭയങ്കര വലിയ സംഭവം. ഈ രണ്ട് തുണി കാലുകളിലേക്ക് വരാം. അപ്പൊ എന്താ സംഭവം, ഈ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു. ഗബ്രി അനാവശ്യമായിട്ട് ചീപ്പ് ഗെയിം ഗബ്രീനെ പിടിച്ചു വെച്ചപ്പോ ബിഗ് ബോസ് അങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഋഷീനെ അങ്ങനെയാണ് ഔട്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് പിടിച്ചു വെക്കും. അതിൽ ഗബ്രി നല്ല മാന്തി പറിച്ചു, ശരിക്കും പറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊരു വിക്ടിം കാർഡായിട്ട് ജിൻഡോ ഒരു സ്ഥലത്തും എവിടെ എടുത്തിട്ടില്ല. ആദ്യം സിജോന്റെ കേസ് വെച്ച് സിജോ അങ്ങനെ പിടിച്ചു എന്നല്ലാത്തൊരു കേസ്. വീട്ടിലുള്ളവരൊക്കെ ജിൻഡോന്റെ സപ്പോർട്ട് ചെയ്തു. കറക്റ്റ്. അതെ. എന്നിട്ട് പിന്നെ ഋഷിയൊക്കെ ചൂടായി ഭ്രാന്ത് പിടിച്ച് നടക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗെയിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം തന്നെയാണ്. ഞാനത് എങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അവൻ്റെ അപ്പോഴേക്കെ പറയാൻ പറ്റില്ല വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നന്ദന പറഞ്ഞത്. നന്ദനയും പറഞ്ഞു, മറ്റു ഹൗസിലുള്ള മറ്റുള്ളവരും പറഞ്ഞു. ജാസ്മിൻ ബേസിക്കായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ചോദിക്കുകയാണ്, ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ടീമായിട്ട് കളിക്കുമ്പോൾ ആ ടീം വർക്കിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഫ്രണ്ട് അപ്പുറത്തെ ടീമിൽ കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞ ഉടനെ ജിൻഡോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ടീമിലുള്ള ജിൻഡോന്റെ കൂടെ കളിച്ച ജാസ്മിൻ പുറത്ത് വന്നിട്ട് പറയാ ജിൻഡോക്കൊക്കെ പിടിക്കുമ്പോ സൂക്ഷിക്കണം, അത് ടൈറ്റായി പിടിച്ചാൽ നിങ്ങളെ പോലെയല്ല മറ്റുള്ളവർക്ക് പെട്ടെന്ന് വൈതാവും. പക്ഷെ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയണം കേട്ടോ. അപ്പൊ ജിൻഡോയുടെ പവർ ഉപയോഗിച്ച് പിടിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് അനിയൻ മിഥുനെയാണ്. എന്താ ഇത്? കാരണം കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുന് എത്രത്തോളം ഫിസിക്കൽ ടാസ്ക്
ടാസ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാലോ, വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ. പക്ഷെ അവൻ ആ ഒരു പ്രാവശ്യം മാത്രം വായോണ്ട് പറഞ്ഞു, ഇവൻ്റെ കേസ് വിഷ്ണുവിൻ്റെ കേസ് വായോണ്ട് പറഞ്ഞു എന്നല്ലാണ്ട് അവൻ്റെ പവർ, അവൻ്റെ ഈ ടെക്നീക്കൊന്നും ഒരു തുള്ളി പോലും അവൻ ഒരു ഫിസിക്കൽ ടാസ്കിൽ ഉപയോഗിച്ചില്ല. അനിയൻ കഴിഞ്ഞ അതേ ഞാൻ പറഞ്ഞു, എന്നാൽ റോക്കിയുടെ കേസ് വന്ന സമയത്ത് പറഞ്ഞു റോക്കിയുടെ സീസൺ റോക്കിൻ്റെ ഈ ഇടി കിട്ടേണ്ടത്, അപ്പോൾ റോക്കി അടിക്കാൻ നിൽക്കേണ്ട അനിയൻ അതേപോലത്തെ ആൾക്കാരോട് ചെയ്തില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ അനിയൻ ആ ഒരു പവർ തന്നെ അനിയൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതൊരു സെൽഫ് കൺട്രോൾ ആണ്. പക്ഷെ ജിൻഡോ പവർ ഉപയോഗിച്ചു നമുക്ക് ഉറപ്പില്ല കേട്ടാ. ആ പാവം ജിൻഡോ ഉണ്ടല്ലോ, ജിൻഡോക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യം പറയും ഇല്ല ഉപയോഗിച്ചില്ല. ശരിക്കും എൻ്റെ ഒരു തോന്നലാണ് ജിൻഡോ ശരിക്കും പവർ ഉപയോഗിച്ചാണ്ടല്ലോ ഗബ്രി എഡിറ്റ് നടക്കില്ല. സത്യല്ലേ? എന്തെങ്കിലും അല്ല, എപ്പോഴും ഇവളാണ് സ്കോർ ചെയ്യുന്നത്. അല്ലേ ജിൻഡോ ശരിക്കും ഒരു പിടുത്തം പിടിച്ചാണല്ലോ. ഗബ്രി ഋഷി ഒക്കെ ഓടിയും. അതിന് സായി കറക്റ്റ് ഡയലോഗ് പറഞ്ഞു. സായി പറഞ്ഞു ഇയാള് പിന്നെയും ഇനി അടുത്തതിൽ മൂപ്പര് തുടരണെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അപ്പൊ ഇയാള് പറഞ്ഞു ഇയാൾക്കൊരു ഗബ്രിക്ക് വേണ്ടിട്ട് പറയണേ ഞാൻ സ്ട്രോങ് ആയിട്ടാ പിടിച്ചത് എന്തോ പറഞ്ഞു ഒരു അബദ്ധത്തില്. പിടിച്ചിട്ടൊന്നുമില്ല. ഗബ്രി ഇങ്ങനെ വീരവാദം പിടിച്ചു ഞാൻ വലിച്ചു കീറുന്നൊക്കെ മാന്തി പറിക്കുന്നത് എന്തൊക്കെയോ. ഒരു കുഞ്ഞുവാവായിട്ട് മുടി കെട്ടി നടക്കണേ. മറ്റേ കുപ്പി ഏതറിയോ സംഭവം? ബോഡി ഷേമിങ് അല്ല ഇത്. നല്ല കാര്യം. എനിക്ക് രണ്ടാളെ ഓർമ്മ വന്നത്. ഒന്ന് മറ്റേ കത്തി കൊണ്ടിങ്ങനെ വരില്ല ചെറിയ ടൗൺ ടൗൺ അമ്പട്ടൻ ഒന്നത്. അത് ഏത് സീനിയർ അറിയോ? ലാസ്റ്റ് ഇങ്ങനെ വന്നിക്കില്ലേ ആ കുട്ടിക്കാരനെ പറയണേ. രണ്ടാമത് ഓർമ്മ വന്ന ഏതറിയോ? ഒന്നും കൂടി ചിഞ്ചോ ചംചും ചൂറില്ലേ, ഏതാണ് ഓശാനയില്ലേ ഈ നിവിൻ പോളി മുടി ഇങ്ങനെ കുടുംബം കെട്ടിട്ട് ചൈനയിൽ വിട്ട് അതേപോലെ ഗബ്രി വന്നിട്ട് ചംചോ ചിം ചിം ചോറിന് ആ ചൈനയിൽ പോയി മുടി ഫിസിക്കൽ അസോൾട്ട് എന്നല്ല, വെറുതെ രണ്ടെണ്ണം കൊടുക്കാൻ കെട്ടിവെച്ചപ്പോഴുള്ള രൂപം കണ്ടിട്ട് പറഞ്ഞതാട്ടോ. അല്ലാണ്ട് ഗബ്രി നല്ല ഭംഗിയില്ല. ഫിസിക്കൽ അസോൾട്ട് അല്ല. മറ്റേ ലാലേട്ടൻ മറ്റേ ഇതിൽ പറഞ്ഞാൽ ഏത് അക്കരെ സിനിമയിൽ അമേരിക്കയെ കൊണ്ടുപോകണ പോണാൽ ശ്രീനിവാസനെ വിളിച്ചിട്ട് ഇവിടെ നല്ല കവള് ടാറ്റു പറഞ്ഞേ. സത്യം പറഞ്ഞാൽ അത് തോന്നും കേട്ടോ. ചോദിച്ചിട്ട് അടിക്കുന്നൊന്നല്ല പറയാൻ പാടില്ല. എന്നാ പോട്ടെ, ഞാൻ തിരിച്ചു പറയും. അപ്പൊ അതേപോലെ ശരണ്യേനി ഞാൻ ഗബ്രി ജിൻഡോ അത് ചെയ്തു പറഞ്ഞു. പേര് ഭാഗത്തു രണ്ടാമത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ജിൻഡോ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടാണ് അതൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ എന്താന്നറിയില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ എന്താ കാരണം ലൈവിലാ ക്യാമറ കാണിച്ചില്ല? എന്താ കാരണം നമുക്കറിയില്ല. ലൈവിലൊക്കെ കാണിച്ചില്ല കേട്ടോ. എന്നിട്ട് ലൈവിൽ കണ്ടിട്ട് പിന്നെ പക്ഷെ ആദ്യമൊക്കെ ഇവര് കുറെ ഒച്ചമിളിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആക്കിയൊന്നും ആ വിടില്ല. സായി പിടിച്ച് മാറ്റുന്ന ശരണം ഇത് പറയൂ. അപ്പൊ ഞാൻ ഗബ്രി കൂടുതൽ തെറ്റ് ചെയ്തു തന്നെ പറയണം. ലാലേട്ടന്റെ എപ്പിസോഡിൽ ജിൻഡോനെ മാത്രം ചീത്ത പറയരുത്. രണ്ടുപേരെയും കൂടി പറയുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടി പറയാം. രണ്ടുപേരുടെ ഭാഗത്ത് ഒരേപോലെ മിസ്റ്റേക്ക് പറയാം. അല്ലാണ്ട് പറയാൻ പറ്റില്ല. ഇതിൽ ജിൻഡോനെ തെറ്റ് പറയും 100% പറയും. ശരണ്യനെയും കൂട്ടിയിട്ട് ജിൻഡോക്ക് നല്ല ഡോസ് കിട്ടും. ഗബ്രീനെ വേറെ വല്ല പ്രശ്നത്തിലും പിടിക്കും. അതുകൊണ്ടു ഇതുണ്ടാവും. അതുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നന്ദന കഴിഞ്ഞില്ല. നന്ദനക്ക് നമ്മളെ ഒരു വോട്ടുണ്ടോ? വോട്ട് വേണമെങ്കിൽ പക്ഷെ നന്ദനക്ക് നമ്മളെ ഒരു ലൈക്ക് ഉണ്ട്, ഒരു ലൈക്ക് ഒരു ഷെയർ ഉണ്ട്. കാരണം എന്താണെന്നറിയാം, നന്ദനയാണ് ധൈര്യമായിട്ട് ഇത് ചോദിച്ചു പറയാനുള്ളത് പറഞ്ഞു. എനിക്കിങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ ശരിക്കും ലൈവ് കാണുകയാണെങ്കിൽ നമുക്ക് തോന്നും ജാസ്മിൻ ആരുടെ ഭാഗത്താന്ന് തോന്നും. കണ്ടോണ്ടിരിക്കണവർ അവിടെയുള്ള ഓരോരുത്തർക്കും അത് തോന്നി. അത് ചോദിക്കാനുള്ള ധൈര്യം നന്ദനയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ആണുങ്ങളുണ്ട് അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആക്കി സായി അടക്കമുള്ളവര് എന്തിനാണ് ചോദ്യം ചോദിച്ചിട്ട് സിബി ഉണ്ടെങ്കിൽ ചോദിക്കും. ചിലപ്പോൾ അവര് ഷോ കാണാൻ പോയതാണ്. സിബി ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. സിബിൻ സീരിയസ് ആയിട്ട് സിബിന്റെ ചോദിക്കില്ല. ആരും ചോദിക്കില്ല. എന്ത് കാട്ടുതി സിബിൻ എന്തിനാ പോയത്? സിജോ വായ സിബിന്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ പറയട്ടെ, കുറെ ഷോ കാണാൻ പോയ ടീമുണ്ട് അവിടെ. അബി ഉണ്ട് 2. സായി കൃഷ്ണൻ ആയാലും ശരി, സീക്രട്ട് ഏജന്റ് ആയാലും ശരി, 2 എണ്ണം. പിന്നെ പിന്നെ ഷോ കാണാൻ വന്നൊരു അർജുൻ കുറച്ചൊന്നും ഇങ്ങനെ ഇല്ല അല്ലേ? അത് കണക്ക് തന്നെയാണ്. അല്ല അർജുൻ പിന്നെ കുറെ കാലമായിട്ട് ചോദിക്കില്ല. അർജുൻ പിന്നെ അങ്ങനെ നിൽക്കും, ചോദിക്കില്ല. ഇത് ശരിക്കും ജാസ്മിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോ നമുക്കൊക്കെ തോന്നി ഇവിടെ ഏത് ഭാഗത്താണ്. പിന്നെ എൻ്റെ ഒരു ഡൗട്ടാട്ടോ, ചിലവർക്കൊക്കെ ഉണ്ടാ ഡൗട്ട് തോന്നുന്നു. അതായത് ആ ഗെയിമിൽ ശരണ്യ പോയിട്ട് സിഗരറ്റ് റൂമിൽ ഒളിച്ചിരുന്നു. ജാസ്മിൻ അവിടെ വരെ പോയോ ശരിക്കും കാണില്ലേ? ജാസ്മിൻ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് പല ചാൻസും ജാസ്മിനെ ഒട്ടിക്കാൻ കിട്ടിയെന്നൊക്കെ തോന്നാ. ആരും ചീത്ത പറയാണ്ടാക്കി തോന്നിയതാ. സംഗതി കിട്ടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇനി ഒരു പക്ഷേ ചിലപ്പോൾ പനി മാറിയതിന്റെ കിതപ്പാണെന്ന് അറിയില്ല. വയ്യാണ്ടായിട്ടുണ്ടാവും. പക്ഷെ കാര്യമായിട്ട് അഭിനയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഞാൻ തുറന്നു പറയാനുള്ള പറഞ്ഞു.
നീ എന്താ ആയിക്കോട്ടെ, നിന്റെ കാര്യം പറയാം. അതൊക്കെ അഭിനയായി ഈ തോന്നിയില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാനുള്ള ഞാൻ ഡിപ്ലോമാറ്റിക്കായി പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരണ്യനെ അവള് കണ്ടില്ല നടിച്ചു, പല സന്ദർഭങ്ങളിൽ ഒട്ടിക്കാൻ കിട്ടിയിട്ട് ഒട്ടിച്ചിട്ടില്ല, ഓടിക്കഴിഞ്ഞാൽ ഒക്കെ സംഭവിക്കാറില്ല. ഇത് ആകെ ഇങ്ങോട്ട് നമ്മള് ശ്വാസം മുട്ടിയിട്ടേ അത് കിട്ടാതെ ഒരു അവസ്ഥ വരും. അത് സത്യമായിട്ടോ. അപ്പൊ ഈ പറയുമ്പോൾ എന്റെ കണ്ണ് തുറന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ഞാൻ എന്താ പറയുക, എനിക്കത് അഭിനയമായിട്ട് തോന്നിയിട്ടുണ്ട്. പോട്ടെ. ഓക്കെ, അടുത്ത സ്ഥിതി. പിന്നെ അപ്പം അതങ്ങനെയാണ് കഥ. പിന്നെ പറയാനുള്ളത് നമ്മുടെ സിബിൻ്റെ കേസും കൂടി പറഞ്ഞിട്ട് നിർത്താം. സിബിനും പൂജയും പോയത് 2-3 കാര്യം പറയാം. സിബിനെ അത്രയധികം ടോർച്ചർ ചെയ്തിട്ടാണ് പോയത്. ഇത്രയും മെൻ്റൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരണോ? 1. 2, പിന്നെ പുറത്തെ കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ട്രോമ ഇതൊക്കെ ഇതൊന്നും അറിയാതെ എല്ലാം ആയിരിക്കില്ലല്ലോ സിബിൻ വരുന്നത്. ഒരു കാര്യം പറയട്ടെ, സോറി, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. പൂജേനെ പറ്റി രണ്ടാമത് ചാടി പറയണ്ട. പൂജ എയർപോർട്ടിൽ വന്നിറങ്ങി, ഞാൻ കണ്ടു, അത് നടക്കാൻ വയ്യ. പൂജ ഞാൻ പറയില്ല, കാരണം ഊരക്ക് പ്രശ്നമുള്ളതാണ്, ഇഷ്യൂസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എയർപോർട്ടിൽ നടക്കാൻ കൊണ്ടുപോവാണ്. ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ കുറേ 4 ദിവസം ഷാജി പാപ്പനായി കിടക്കാം, കുറച്ച് ദിവസം സീരിയസ് ആയിട്ട്. പിന്നെ 4 ദിവസം. ആ പൂജയുടെ കേസ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സിബിൻ്റെ കേസ് ഇത്ര മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി അതിൽ ഒന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ, അതും കപ്പ് കിട്ടുന്ന ഇത്രയും ബ്രില്യൻ്റ് ആയ സിബിന് പുറത്തുള്ള സപ്പോർട്ട് പോലും ഊഹിക്കാൻ പറ്റും. പകുതി എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ഒരു ചെറിയൊരു ആദ്യം ഞാൻ 99% പറഞ്ഞു. ഇപ്പം ഞാൻ 1% ചാൻസ്, ഞാൻ എൻ്റെ ഒരു തോട്ടും ജസ്റ്റ് ഒരു ചാൻസ് കൊടുക്കണം. സിബിൻ ഏഷ്യാനെറ്റിനായിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ വന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് പറയാൻ തോന്നാം, പക്ഷെ എന്നാലും പറയാം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ? ഏഷ്യാനെറ്റ് അറേഞ്ച് ചെയ്തു. ഞാൻ എൻ്റെ മുന്നേ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ആളാണ് സിബിൻ. സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമും സിബിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കൊണ്ടു അത്യാവശ്യം നല്ല കാലിബറും ഇതൊക്കെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ ഒന്നും ആവശ്യമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിബിന്. ഇതിനൊക്കെ കഴിവുണ്ട്. ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് വന്ന് 2 ദിവസം ഒന്ന് ഇതാക്കി കഴിഞ്ഞ് ഒന്ന് ഓളുണ്ടാക്കി പോകാറുണ്ടെങ്കിലോ അതാണോ മാറ്റിപ്പിടിക്കുന്നത് നമുക്കറിയോ? പക്ഷെ അതിന് ഗസ്റ്റിനൊക്കെ കൊണ്ടുവരാ. എനിക്ക് തോന്നുന്നില്ല ഗസ്റ്റിനെ കൊണ്ടുവന്ന അവരറിയില്ല, പുറത്തുള്ളവർ അറിയില്ല. അങ്ങനെയാണെങ്കിൽ സിബിൻ അവിടെ നിന്നാ മതിയായിരുന്നു. തുറന്നു പറയാൻ കഴിവില്ലാത്ത മരപ്പാടുകൾ കുറെ എണ്ണങ്ങൾ കയറിയിട്ട് ഈ മനുഷ്യനെ ഒരു സീസൺ നശിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് സീരിയസ് ആയിട്ട് ഗബ്രീനും ജാസ്മിനും കാര്യം നമ്മൾ കുറ്റം പറയുന്ന സംഭവം സത്യം ഇഷ്ടമല്ലാത്തോണ്ട് തന്നെ പറയണത്, വെറുതെ നല്ല ഇപ്പിറ്റകൾ 2 എണ്ണം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇതോ ആ 2 എണ്ണം ഇല്ലെങ്കിൽ ഒന്നുമില്ല. എന്താ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ അൻസിയുടെ കാലിൽ ഇന്നിപ്പോൾ ആ കിച്ചണിൽ ഒരു ദിവസം മുഴുവൻ നിന്നിട്ട് നെരിഞ്ഞായും പോകേണ്ടി വരുമോ? ഇന്നിപ്പോൾ ജിൻഡോ മാന്തിയിട്ട് മുടി പിടിച്ച് വലിച്ചിട്ട് ജിൻഡോ പോവുക. അങ്ങനെ ബിഗ് ബോസ് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഇടപെടാണ്ട് നിന്നു. ഇനി അയാളെ കൂടി പറഞ്ഞേക്കേണ്ടി വെച്ചിട്ടാണോ എന്താ അറിയില്ല. റൂമിലേക്ക് വരുമോന്നൊന്നും പറഞ്ഞില്ലല്ലോ, ആരോടൊന്നും പറഞ്ഞില്ല. നിരത്തി ഏതായാലും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത്. പിന്നെ ഒന്നുമില്ലല്ലോ. ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. എന്തൊക്കെ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എന്തൊക്കെ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോന്ന് മിസ്സായിച്ചാൽ ഞാൻ അടുത്തൊരു വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് വലിയൊരു കമൻറ്റ് അയക്കാം. വേറെ ആൾക്കാർക്ക് പിന്നെയും ഞാൻ മറുപടി ഞാൻ സത്യത്തിൽ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പരിപാടികൾ ഓടി എത്തുന്നില്ല. അതാണ് പ്രശ്നമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇന്ന് ആരുടെ പെർഫോമൻസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള നിങ്ങൾ കമന്റ് ആയിട്ട് വെറുതെ വോട്ട് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണി. നമുക്ക് ലൈവ് പോകേണ്ട ഒരു ദിവസം എങ്ങോട്ട് ഇതിൽ വിളിക്കില്ലേ? നമുക്ക് കുറച്ച് ലൈവ് ഞങ്ങൾ Q&A വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. Q&A, പിന്നെ ഞങ്ങളുടെ കല്യാണ വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറേ പഴയ ഫോട്ടോസൊക്കെ ഉണ്ട്. ഞങ്ങൾ ഞെട്ടും മനസ്സിലാവില്ല. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.